ഹലോ കൂട്ടുകാരെ, ഞാനിന്ന് വന്നിട്ടുള്ളത് ഗ്രേഡ് 7 ഇൻഡിജേഴ്സ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 8 സൊല്യൂഷനായിട്ടാണ്. നിങ്ങൾ ഇൻട്രഡക്ഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം പോയി ഇൻട്രഡക്ഷൻ വീഡിയോ കാണണം. പിന്നെ മറ്റുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഇതിൻ്റെ മുന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ആൻസറുകൾ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അതെല്ലാം കാണണം. ഇൻട്രഡക്ഷൻ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ സൊല്യൂഷൻ വീഡിയോസ് കാണാവൂ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്നതെല്ലാം മനസ്സിലാവൂ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. വെരിഫൈ എ മൈനസ് മൈനസ് ബി ഈക്വൽസ് ടു എ പ്ലസ് ബി ഫോർ ദ ഫോളോയിങ് വാല്യൂസ് ഓഫ് എ ആൻഡ് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് എയുടെയും ബിയുടെയും വാല്യൂകൾ ഈ ഒരു ഫോമിലോട്ട് മാറ്റിയിട്ട് വെരിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വെരിഫിക്കേഷൻ ഒന്ന് ചെയ്ത് നോക്കിയാലോ. എ മൈനസ് മൈനസ് ബി ഈക്വൽസ് ടു എ പ്ലസ് ബി ആണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എ ഉള്ള പൊസിഷനിലെല്ലാം നമ്മൾ 21 കൊടുക്കണം, പിന്നെ ബി ഉള്ള പൊസിഷനിലെല്ലാം നമ്മൾ 18 കൊടുക്കണം. അപ്പോൾ നമുക്ക് എ ഉള്ള പൊസിഷൻ എന്ന് പറയുമ്പോൾ എ മൈനസ് ബി ഈക്വൽസ് ടു എ പ്ലസ് ബി ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? എ മൈനസ് ബിക്ക് പകരം 21 മൈനസ് 18 ഈക്വൽസ് ടു 21 പ്ലസ് 18. നോക്കാം നമുക്ക് LHSഉം RHSഉം ഈക്വലായിട്ട് വരുന്നുണ്ടോയെന്ന്. 21 മൈനസ് വന്നാൽ പ്ലസ് ആക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ 21 പ്ലസ് 18 ഈക്വൽസ് ടു 21 പ്ലസ് 18. നോക്കൂ, രണ്ട് സൈഡും ഈക്വലായി. നമുക്കിതൊന്ന് സം ചെയ്തിട്ട് വയ്ക്കാം. 21 പ്ലസ് 18 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 21 പ്ലസ് 18, 1 പ്ലസ് 8 9, 2 പ്ലസ് 1 3 അല്ലേ? ഇത് നോക്കാം. 21 പ്ലസ് 18 ഒന്നും കൂടെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. 21 പ്ലസ് 18 തന്നെയാണല്ലോ 39. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? LHS ഈക്വൽസ് ടു RHS അല്ലേ? അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമ്മൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഹെൻസ് വെരിഫൈഡ് എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അടുത്ത ഇക്വേഷൻ ഇതുപോലെ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എ ഈക്വൽസ് ടു 118 ആണ്. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി അപ്പോൾ അത് നമ്മൾ വെരിഫൈ ചെയ്തു ഓൾറെഡി. ഇനി നമുക്ക് അടുത്തത് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ എ ഈക്വൽസ് ടു 118, ബി ഈക്വൽസ് ടു 125 ആണുള്ളത് നമുക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാത്? ഇവിടെ എ ഉള്ള പൊസിഷനിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കും? 118 എന്ന് കൊടുക്കും. ബി ഉള്ള പൊസിഷനിലൊക്കെ നമ്മൾ 125 എന്ന് കൊടുക്കാം. നോക്കാം. അപ്പോൾ നമുക്ക് എ മൈനസ് ബി ഈക്വൽസ് ടു എ പ്ലസ് ബി. ഓക്കെ, എ ഉള്ള ഭാഗത്ത് 118 കൊടുക്കാം. മൈനസ് 125 ഈക്വൽസ് ടു 118 പ്ലസ് 125. നോക്കാം. 118 മൈനസ് പ്ലസ് അല്ലേ? 118 പ്ലസ് 125 രണ്ട് സൈഡും ഈക്വലായി അല്ലേ? എന്നാലും നമ്മളൊന്ന് സം ചെയ്ത് നോക്കാം. നമുക്ക് 118 പ്ലസ് 125, 8 പ്ലസ് 5 is 13, 3 here, 1 here, 1 plus 1 2, 2 plus 2 is 4, 1 plus 1 is 2, 243. അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് 243 തന്നെയാണ് കിട്ടുന്നത്. RHS ഈക്വൽസ് ടു LHS ആണ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ എഴുതി കൊടുക്കാം LHS ഈക്വൽസ് ടു RHS, hence verified. ഓക്കെ, അപ്പോൾ നമുക്ക് അതും കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് തേർഡ് നോക്കാം. ഓക്കെ, തേർഡിലാണെങ്കിൽ നമുക്ക് എ ഈക്വൽസ് ടു 75 ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ബി ഈക്വൽസ് ടു 84 ആണ്. അപ്പോൾ നമുക്ക് എ മൈനസ് ബി ഈക്വൽസ് ടു എ പ്ലസ് ബി ആണല്ലോ വെരിഫൈ ചെയ്യേണ്ടത്. എ ഉള്ള പൊസിഷനിലൊക്കെ നമ്മൾ 75 കൊടുത്തു. 75 മൈനസ് 84 ഈക്വൽസ് ടു 75 പ്ലസ് 84. നോക്കാം. 75 മൈനസ് പ്ലസ് ആണ്, പ്ലസ് 84 ഈക്വൽസ് ടു 75 പ്ലസ് 84. നമ്മൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം LHSഉം RHSഉം ഈക്വലായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ 75, ഇവിടെ 75, ഇവിടെ 84, ഇവിടെ 84. എന്നാലും നമുക്കൊന്നുകൂടെ സം ചെയ്ത് നോക്കാം അല്ലേ? 84ഉം 75ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 പ്ലസ് 5 9, 8 പ്ലസ് 7 15, 159. ഇവിടെ 75 84 തന്നെയാണ്. ഇനി ഒന്നുകൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് LHS ഈക്വൽസ് ടു RHS എന്ന് കിട്ടി.
ഹെൻസ് വെരിഫൈഡ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫോർത്ത് വണ്ണും ചെയ്ത് നോക്കാം. ഫോർത്ത് വണ്ണിലും നമുക്ക് A = 28 ഉണ്ട്, പിന്നെ B = 11 ആണ്. നമ്മുടെ വെരിഫിക്കേഷൻ ഇക്വേഷൻ ഉണ്ടല്ലോ ഇവിടെ, അതിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. A - B = A + B. ഓക്കെ, എ ഉള്ള പൊസിഷനിലൊക്കെ നമ്മൾ ആരെ കൊടുക്കും? 28ന് കൊടുക്കും. ബി ഉള്ള പൊസിഷനിൽ നമ്മൾ 11 കൊടുക്കും അല്ലേ. അപ്പോൾ നമുക്ക് 28 - -11 = 28 + 11. നോക്കാം, മൈനസ് വന്നാൽ പ്ലസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 28 + 11 = 28 + 11. ഇപ്പോൾ തന്നെ വെരിഫൈഡ് ആണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ആഡ് ചെയ്യും അല്ലേ. നമുക്കതൊരു ഇഷ്ടമാണല്ലോ ഒന്ന് ആഡ് ചെയ്തിട്ട് ഇടുന്നത്. 8 + 1 9, 2 + 1 3, 39. അപ്പോൾ രണ്ട് ഭാഗത്തും 39 തന്നെയാണ് കിട്ടുന്നത്. ഹെൻസ് വെരിഫൈഡ്. LHS = RHS, ഹെൻസ് വെരിഫൈഡ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ അത് ഷെയർ ചെയ്യണം. എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോയെക്കുറിച്ച് പറയണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സഹകരിക്കുമല്ലോ. ബൈ ബൈ, താങ്ക് യു.